അങ്ങനെ കുറേ നാൾക്ക് ശേഷം വീണ്ടും ഒരു ഓഫീസിലേക്ക് വന്നൊരു കഥയാണ്. കണ്ടമാരിയായിക്ക് ഒരു ഇൻട്രോ എടുക്കാൻ പോലും സമ്മതിക്കില്ല കേസ്, എന്ത് ചെയ്യാനാലേ. എല്ലാവരും ഓഫീസിലേക്ക് വന്ന ശേഷം അവരുടെ വർക്ക് സ്റ്റാർട്ടായി. അപ്പോഴും ഞാൻ വായി നോക്കിയിരിക്കുകയായിരുന്നു. പിന്നെയാണ് എനിക്ക് ബോധോദയം വന്നത്, എൻ്റെ ഓഫീസ് വർക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇങ്ങനെ ഇരുന്നാൽ പറ്റും, പണി എടുക്കണ്ടേ. അങ്ങനെ പണി എടുക്കാൻ മാത്രം അങ്ങനെ വലിയ പണിയൊന്നുമില്ല കേട്ടോ, കുറച്ച് പണികളുള്ളൂ. പിന്നെ എപ്പോഴും നമ്മൾ ഹൈഡ്രേറ്റഡ് ആയിരിക്കണം, എപ്പോഴും വെള്ളം കുടിച്ചുകൊണ്ടേ ഇരിക്കണം കേട്ടോ. അതിനുശേഷം ഞങ്ങളൊരു 4 മണിയാകുമ്പോൾ ചായയും പഴംപൊരിയും കഴിക്കാൻ വേണ്ടി പോയി. നമ്മുടെ നാട്ടിൽ എത്ര പഴംപൊരിയുടെ അത്ര ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഒന്നാമത്തെ ശോകം പഴംപൊരി തന്നെയായിരുന്നു, പക്ഷേ ചായ അടിപൊളിയായിരുന്നു. ഞങ്ങൾ ഓഫീസ് സ്റ്റാഫ്സ് എല്ലാവരും കൂടിയിട്ട് ചായ കുടിച്ചു. ഓഫീസിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഇവള് പറഞ്ഞു ഇവൾക്കൊരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടി അടുത്തൊരു സ്ഥലം വരെ പോകണമെന്ന്. അങ്ങനെ ആ സമയത്ത് തന്നെ ഞങ്ങൾ വിട്ടു ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട്. 1 അല്ല 2 അല്ല 3 അല്ല അങ്ങനെ കുറേ കടകളിൽ ചെന്ന് തപ്പി. പക്ഷെ അവസാനം ഒരു ഡ്രസ്സും ഞങ്ങൾക്ക് ഇഷ്ടമായിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു ഇന്നത്തെ ഇതൊക്കെ മതിയെന്ന്. പിന്നെ അവസാനം ഒരു സാരി ഇഷ്ടമായി, പക്ഷെ ആ സാരി മേടിക്കാനുള്ള ബഡ്ജറ്റ് ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പോൾ ഈ കർണാടകയിൽ മകരസംക്രാന്തിയാണ് ഇന്ന്. അപ്പോൾ ഇവിടെ മെയിനായിട്ട് ഉണ്ടാകുന്ന ഒരു സംഭവമാണ് ഇത്, പീനട്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു, ഗ്രൗണ്ട് നട്ട് എന്ന് പറയും. അപ്പോൾ ഞങ്ങളതൊരു കവറൊക്കെ വാങ്ങിച്ചിരുന്ന് കഴിക്കുകയായിരുന്നു. അപ്പോൾ എന്താ പറയുക, താഴെ വീഴാതെ എങ്ങനെ വായിലെത്താം എന്നുള്ള ട്യൂട്ടോറിയലും അവിടെ കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് അവസാനം ഫുഡൊക്കെ കഴിച്ച് ഞാൻ ഹോസ്റ്റലിൽ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ലവ് യു ഗൈസ് ആൻഡ് ബൈ. അപ്പോൾ ഇതേപോലെയുള്ള നല്ല വീഡിയോസ് ആയിട്ട് ഞാൻ ഇനി വരാം. ബൈ.